ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ദേവ് 1 വീക്കായിട്ട് ഒരു ആഗ്രഹം പറയുന്നു, അവൾക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അങ്ങനെ ഞങ്ങൾ പോകാനായി റെഡി ആവുകയാണ്. ദേവ് വളരെ ഹാപ്പിയാണ്. 1 വീക്കായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. നല്ല രീതിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഉള്ളൊക്കെ തോന്നിക്കുന്നുണ്ട്. നമ്മുടെ ദേവ് പറഞ്ഞത് അവളുടെ മുടിക്ക് ബട്ടർഫ്ലൈ കട്ട് ചെയ്യണമെന്നാണ്. അവളുടെ ഹെയറിന് ഞാൻ നോക്കിയിട്ട് അത്രയും ലെന്തും തിക്നെസ്സും ഇല്ല, അത് ചെയ്യാനുള്ള ലെന്തും തിക്നെസ്സും കുറവാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് സിന്ധു ചേച്ചിയോട് ചോദിച്ച് നോക്കാം. അത് പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോകുകയാണ്. നടന്നു പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും വണ്ടിയിലാണ് യാത്ര. എപ്പോഴും വണ്ടിയിൽ തന്നെ ആയാലോ, ഒരു ചേഞ്ചിന് വേണ്ടി നടക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു എക്സർസൈസ് കൂടി ആകുമല്ലോ. നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഒരാൾ ദൂരമൊന്നും വലിയ പ്രശ്നമേ അല്ലെന്ന് പറഞ്ഞ് നടക്കുകയാണ് ആ ആവേശത്തിന്. അങ്ങനെ നമ്മുടെ ഷോപ്പ് അടുക്കാറായി. ഒരു ചർച്ചൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. സിന്ധു ചേച്ചി ഇന്ന് ഒരിടം വരെ പോകേണ്ട ഒരു അത്യാവശ്യം ആയതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ദേവിൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ചേച്ചി ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ്. ഇതാണ് ഷോപ്പ്, നന്ദന ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്. അങ്ങനെ ഷോപ്പിലേക്ക് കയറുകയാണ് ഗൈസ്. ഒരാൾ ആദ്യമേ കയറിയൊക്കെ പോകുന്നു. ബട്ടർഫ്ലൈ കട്ട് ചെയ്യാൻ പറ്റുമോ എന്തോ, പറ്റില്ലെങ്കിൽ യു കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച്. പിന്നെ നമ്മുടെ ആൾ കയറിയൊക്കെ ഇരുന്നു. അങ്ങനെ അവളുടെ സമാധാനത്തിന് വേണ്ടി ചേച്ചിയോട് ചോദിച്ചു ബട്ടർഫ്ലൈ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. അന്നേരം ചേച്ചി ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, മുടിക്ക് തിക്നെസ് കുറവാണ്, ലെന്തും കുറവാണ്. ഇപ്പം എന്തുകൊണ്ടും യു കട്ടോ വി കട്ടോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ അവൾ പിന്നെ യു കട്ടിൽ തന്നെ തീരുമാനിച്ചു. യു കട്ട് ചെയ്തു. പിന്നെ മുടി ഹെയർ സ്റ്റൈലൊക്കെ കെട്ടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആൾ വളരെ ഹാപ്പിയായി. പിന്നെ മുടിയുടെ ഫ്രണ്ടിൽ 2 സൈഡും കട്ട് ചെയ്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതും ചെയ്യിപ്പിച്ചു. ആളിപ്പം വളരെ ലുക്കായി. ഇതാണ് ഇപ്പോൾ അവളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. അങ്ങനെ അവളുടെ മുടി കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു മോഹം. എൻ്റെയും കൂടെ കാർക്കൂന്തൽ കുറച്ചൊന്ന് കട്ട് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മാരേജിന് ശേഷം 1 ഇയർ ആയിപ്പോൾ മുടി കട്ട് ചെയ്തിട്ട്. അങ്ങനെ പിന്നെ അന്നേരം തന്നെ ഹസ്ബൻഡിനോട് വിളിച്ച് അനുവാദമൊക്കെ ചോദിച്ചു. കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നു, ഒന്ന് കട്ട് ചെയ്തു. ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ നമ്മുടെ ദേവ് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.